കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ MCQ നമ്മൾ മുമ്പ് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ശരിക്കും നന്നായി പഠിക്കുന്നവർ മനസ്സിലാക്കി പഠിക്കുക. ഒട്ടും പഠിക്കാൻ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ മാത്രം ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട് കാണാപ്പാഠം പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ 24th ക്വസ്റ്റ്യൻ, അണ്ടർ ഇൻഡ് AS 16 വിച്ച് ടു സബ്സിക്വൻറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അലൗഡ് സബ്സിക്വൻ്റ്ലി ടു ഇനീഷ്യൽ റെക്കഗ്നീഷൻ? ഏതൊക്കെ രണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അലൗ ചെയ്യുന്നത് ഇൻഡ് AS 16? അതിൻ്റെ ആൻസർ വരുന്നത് കോസ്റ്റ് മോഡലും റീവാലുവേഷൻ മോഡലും. ഇതിലിപ്പോൾ ആൻസറിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതാണല്ലോ ഇതിൻ്റെ മെയിൻ സംഭവം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിലത്തെ രണ്ടാമത്തെ ലെറ്റർ സിയും ട്രീറ്റ്മെൻറ്റിലത്തെ രണ്ടാമത്തെ ലെറ്റർ ആറും. അപ്പോൾ സി കൊണ്ട് തുടങ്ങുന്നതും ആറ് കൊണ്ട് തുടങ്ങുന്നതും ആയ കോസ്റ്റ് മോഡലും ആറ് റീവാലുവേഷൻ മോഡലും ആണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അല്ലാണ്ട് വേറെ നമുക്ക് ചിന്തിച്ച് വെക്കാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് റിവാലുവേഷന് കൊടുക്കുമല്ലോ, അപ്പോൾ റിവാലുവേഷൻ മോഡൽ. പക്ഷേ കോസ്റ്റ് മോഡലും റിവാലുവേഷൻ മോഡലിനും ശരിക്കും പഠിക്കണം. കാരണം ഫെയർ വാല്യൂ മോഡൽ റിവാലുവേഷൻ മോഡലിൽ നിന്ന് വേറെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിവാലുവേഷന് നമുക്കൊരു കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതാണ് കോസ്റ്റ് മോഡൽ ആൻഡ് റിവാലുവേഷൻ മോഡൽ. ഇനി 25th ക്വസ്റ്റ്യൻ, വെൻ എൻ അസറ്റ് ഇസ് സോൾഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് വെയർ ഈസ് ദ ഗെയിൻ ഓർ ലോസ് റെക്കഗ്നൈസ്ഡ്? എവിടെയാണ് ഒരു അസറ്റ് വിൽക്കുമ്പോഴോ ഡിസ്പോസ് ചെയ്യുമ്പോഴോ ഗെയിൻ ഓൺ ലോസ് ആക്കുന്നത്? എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഗെയിൻ ഓർ ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി 26th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എൻ അസറ്റ്? ഏതാണ് കോസ്റ്റ് ഓഫ് എൻ അസറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്? റീഫണ്ടബിൾ, സെയിൽസ്, ടാക്സ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടാക്സ് അടിച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടുമോ? റീഫണ്ട് ചെയ്യാതെ തിരിച്ച് കിട്ടാനല്ലേ, തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ച് ആലോചിച്ചിട്ട് റീഫണ്ടബിൾ, സെയിൽസ്, ടാക്സ്. ഇനി 27th ക്വസ്റ്റ്യൻ, വെൻ ആൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഈസ് റീവാല്യൂഡ്, വാട്ട് ഷുഡ് ബി റീവാല്യൂഡ്? ഒരു പ്രോപ്പർട്ടിയോ പ്ലാന്റോ എക്യുപ്മെൻറ്റോ ഒക്കെ റീവാല്യൂ ചെയ്യുമ്പോൾ എന്താണ് റീവാല്യൂ ചെയ്യേണ്ടത്? ദ ഹോൾ ക്ലാസ് ഓഫ് അസറ്റ്സ് ടു വിച്ച് ബിലോങ്സ്. നമ്മൾ ഒരാളുടെ സ്വത്തൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അത് ആരതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കൂലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഇനി 28th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ അസറ്റ് ദാറ്റ് ഫോൾസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് ഇൻഡ് AS 16? ഏതാണ് അസറ്റ് അല്ലാത്തത്? അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അത് അർത്ഥം പഠിക്കുക. അതായത് ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സെയിലിന് വെച്ചിരിക്കുന്ന അസറ്റ് എന്തല്ല, ഒരു അസറ്റായിട്ട് കണക്കാക്കില്ല. ഇനി 29th ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് എൻ അസറ്റ് ബി ഇനീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഒരു അസറ്റിനെ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ്? മെഷർ അറ്റ് കോസ്റ്റ്. കോസ്റ്റ് കൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ഒരു കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ എന്താ ചോദിക്കുക? കോസ്റ്റ് എത്രയെന്നല്ലേ. അപ്പോൾ അതുപോലെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മെഷർ അറ്റ് കോസ്റ്റ്. ഇനീഷ്യലായിട്ട് നമ്മൾ പോയിട്ട് ഒരു അസറ്റ് മേടിക്കാൻ പോകുമ്പോൾ മെഷർ അറ്റ് കോസ്റ്റ്. ഇനി 30th ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ അമോർട്ടൈസേഷൻ ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നൈസ്ഡ്? എവിടെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അമോർട്ടൈസേഷൻ എവിടെയാണ് റെക്കഗ്നൈസ് ചെയ്യണത്? പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതിപ്പോൾ ഒന്ന് കാണാണ്ട് പഠിക്കുകയാണെന്ന് വെച്ചാൽ അമ്മു പാലക്കാട് പോയി എന്ന് ആലോചിക്കാം. അപ്പോൾ അമ്മു PL പാലക്കാട്. ഓക്കെ, അപ്പം അമോർട്ടൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി 31st ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ടു ക്യാപിറ്റലൈസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്സ് അണ്ടർ ഇൻഡ് AS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ അത് അത് അതിനാവശ്യമില്ലാത്തത്, റിക്വയർമെൻറ്റ് വേണ്ടാത്തത് എന്തിനാണ്? കൊമേഴ്ഷ്യൽ ഫീസിബിലിറ്റി ഫോർ ദ അസറ്റ് മേ ബി അൺസർട്ടൈൻ. ഇതിൽ നമുക്ക് കോമേഴ്സ് നമ്മൾ ഫീസ് കൊടുത്തിട്ടല്ല പഠിച്ചത്, അങ്ങനെ ആലോചിച്ച് വെക്കാം. ഇനി അടുത്ത് 32th ക്വസ്റ്റ്യൻ, ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് വിത്ത് എ ഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ്. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് യൂസ്ഫുൾ ലൈഫ്, ആൻസറിലും ഉണ്ട് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അത് രണ്ടും കൂടി നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. ഇനി 33th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? നോൺ മോണിറ്ററി അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, അതായത് കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത ഒരു അസറ്റിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ഒരു നെഗറ്റീവ് വരി, തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിത്തൗട്ട് ആൻസർ വരുന്നുണ്ട്. പക്ഷേ രണ്ടെണ്ണം വിത്തൗട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെ ചൂസ് ചെയ്യും? വിത്തൗട്ടും നോണും എല്ലാം നെഗറ്റീവായിട്ടുള്ള മീനിങ് ഉള്ളു. നോണ്, വിത്തൗട്ട്. അപ്പോൾ
നോൺ മോണിറ്ററി അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസെറ്റ് അണ്ടർ ഇൻഡ് AS 38. അതിപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടാൻ പറ്റാത്ത, ഫിസിക്കലായിട്ട് തൊടാൻ പറ്റാത്ത അസെറ്റ്. അതായത് പേറ്റൻറ്റ്, മറ്റേ ട്രേഡ് മാർക്ക്, അതൊക്കെ. അപ്പോൾ പേറ്റൻറ്റ് തന്നെ എന്നുള്ളതൊന്ന് കാണാണ്ട് പഠിക്കാം. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ പേറ്റൻ്റ് ആണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് മോഡൽസ് ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ ദി സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഇൻഡ് AS 38. ഏതൊക്കെ മെഷർമെൻറ്റ് മോഡൽസാണ് പെർമിറ്റ് ചെയ്യാത്തത്? എന്തിന്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡലാണ്. അതാലോചിച്ച് വെക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്യാപ്പ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? മെഷർമെൻറ്റ് എടുക്കൂലേ? അപ്പോൾ ഏതളവിലാണ്? ലാർജ് വേണോ, സ്മോൾ വേണോ? അപ്പോൾ മെഷർമെൻറ്റ് മോഡൽ എന്ന് കാണുമ്പോൾ ക്യാപിറ്റൽ അസെറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ എലിജിബിൾ ബോറോയിങ് കോസ്റ്റ് അണ്ടർ ഇൻഡ് AS 23? ഏതാണ് ബോറോയിങ് കോസ്റ്റിന് ഉള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്? ക്യാപിറ്റലൈസ്ഡ്. ഇവിടെയും നമ്മൾ ആലോചിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോറോ ചെയ്യുക, കടം മേടിക്കുക എന്താണ്? തൊപ്പിയാണെന്ന് ആലോചിക്കുക, ക്യാപ്പ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ്. ഈ ബോറോ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് തൊപ്പി തന്നെ ആലോചിക്കാം. ഇപ്പം നമ്മൾ ഒരു ആളേന്ന് ഒരു തൊപ്പിയല്ലേ കടം മേടിക്കാൻ പറ്റുള്ളൂ. മാസമായിട്ട് നമുക്ക് പോയിട്ട് കടം മേടിക്കാൻ പറ്റുമോ? അപ്പോൾ മാസ് പ്രൊഡ്യൂസ്ഡ് ഇൻവെൻട്രി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മാസമായിട്ട് നമുക്ക് പോയിട്ട് തൊപ്പി ബോറോ ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ മാസ് പ്രൊഡ്യൂസ്ഡ് ഇൻവെൻട്രി. ഇനി 38ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇൻഡ് AS 2? ഏതൊക്കെ ഐറ്റംസാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ക്യാരിങ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രീസ് പ്ലെഡ്ജഡ് ആസ് സെക്യൂരിറ്റീസ് ഫോർ ലയബിലിറ്റീസ്. ഇത് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എയർപോർട്ടിലാണെന്ന് ആലോചിക്കുക. അവിടെ നമ്മൾ ക്യാരി ചെയ്യണ എല്ലാ സാധനങ്ങളും സെക്യൂരിറ്റിനെ കാണിച്ചിട്ട് വേണ്ടേ നമുക്ക് പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അകത്തേക്ക് പോകാൻ. അപ്പോൾ ആ ആൻസർ അതങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് അത് ടിക്ക് ചെയ്യുക. ഇനി 39th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദി സ്കോപ്പ് ഓഫ് ഇൻഡ് AS 2 ഇൻവെൻട്രീസ്? ഏത് ഐറ്റംസാണ് ഉൾപ്പെടുത്താത്തത് സ്കോപ്പ് ഓഫ് ഇൻഡ് ASൽ? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് ദി പോയിൻ്റ് ഓഫ് ഹാർവെസ്റ്റ്. ഇതൊക്കെ ശരിക്കും അർത്ഥം മനസ്സിലാക്കി പഠിക്കണമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അഗ്രികൾച്ചർ എന്ന് ആലോചിച്ച് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ എപ്പോഴും വേഗം വാടിപ്പോകില്ലേ? അപ്പോൾ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഹാർവെസ്റ്റ് എന്ന് ആലോചിച്ച് വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40, അണ്ടർ ഇൻഡ് AS 2 ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു ഐറ്റംസ് ഓഫ് ഇൻവെൻട്രി ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. എന്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലെ ബേസിലാണ് ഈ ഓവർ ഹെഡുകൾ, ഈ ചിലവുകളൊക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടത് ഇൻവെൻട്രിയുടെ? അത് നോർമലായിട്ടുള്ളത്. അതങ്ങനെ കാണാണ്ട് പഠിക്കുക, നോർമൽ. ഇനി 41th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് മോഡൽ ഈസ് നോട്ട് പെർമിറ്റഡ് അണ്ടർ ഇൻഡ് AS 2? ഏത് കോസ്റ്റ് മോഡലാണ് പെർമിറ്റ് ചെയ്യാത്തത്? ലിഫോ. അത് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ, ലിഫോ. ഇനി 42ാമത്തത്, വിച്ച് ഓഫ് ദ ബിലോ മെൻഷൻഡ് ഫോർമുല ആർ കവേർഡ് ബൈ ഇൻഡ് AS 2? ഏത് ഫോർമുലയാണ്? അപ്പോൾ നമ്മളത് 1ഉം 3 വരുന്നത് ആൻസർ. അതായത് ഫിഫോം വെയ്റ്റഡ് ആവറേജും. അപ്പോൾ 1ഉം 3 ഫിഫോ വെയ്റ്റഡ് ആവറേജ്. ഫിഫോ ഫുട്ബോൾ എന്ന് ആലോചിക്കുക. ഫിഫയുടെ ബോളിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ വെയ്റ്റഡ് ആവറേജ്. അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് മസ്റ്റ് ബി എക്സ്പെൻസ്ഡ് അണ്ടർ ഇൻഡ് AS 2? ഇൻഡ് AS 2ൻ്റെ കീഴിൽ വരുന്ന ഏത് കോസ്റ്റാണ് എക്സ്പെൻസ് ചെയ്യേണ്ടത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ഇൻക്വേർഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇതങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു കാര്യമുണ്ട്, സെല്ലിങ്ങും നമ്മൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം വിൽക്കും, പിന്നെ വിൽക്കാൻ വേണ്ടി നമ്മൾ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമല്ലോ. അപ്പോൾ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു നല്ലൊരു മാച്ചിങ് വേർഡാണത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ച് വെക്കാം. ഇനി 44th ക്വസ്റ്റ്യൻ, ഹൗ ആർ അൺഅലോക്കേറ്റഡ് ഓവർ ഹെഡ്സ് ട്രീറ്റഡ് ആസ് പെർ ഇൻഡ് AS 2? എങ്ങനെയാണ് ഇൻഡ് AS 2ൽ അൺഅലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഓവർ ഹെഡ്സ്, ആ ചിലവുകളൊക്കെ എങ്ങനെയാണ് അൺഅലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്? റെക്കഗ്നൈസ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻക്യൂർഡ്. ഇതിനിപ്പോൾ ആലോചിക്കാനായിട്ട് നമുക്ക് ഓവർ ഹെഡുള്ള ഭയങ്കര വെയിറ്റുള്ള ആളെന്നൊക്കെ പറയല്ലോ, ഭയങ്കര ഡിമാൻഡുള്ള ആളെന്നൊക്കെ പറയണവർ, അതുപോലെ ഓവർ ഹെഡുള്ള ഇക്രു എന്ന് ആലോചിക്കുക. ഇക്രു ഭയങ്കര ഓവർ ഹെഡുള്ള ആളെന്ന് ആലോചിക്കുക. അപ്പോൾ ഓവർ ഹെഡ് അതിനോട് ആൻസർ വരുന്നത് ഇൻകേർഡ്. അപ്പോൾ ഇക്രു എന്ന് ആലോചിക്കുക. അപ്പോൾ ആ ഓപ്ഷൻ അങ്ങനെ ആലോചിച്ച് വെക്കുക.
ഇനി 45-ാമത്തത് ആഫ്റ്റർ കൺവേർജൻസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് IFRS ന്യൂ സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് ഫോർ ദി പ്രിപ്പയറിംഗ് ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻഡ് AS7. അതായത് ഇന്ത്യൻ അക്കൗണ്ട് സ്റ്റാൻഡേർഡും IFRSും കൂടി ഒരുമിച്ചപ്പോൾ പുതിയൊരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തല്ലോ ക്യാഷ് ഫ്ലോയ്ക്ക്. അത് ഏതാണോ? ഇൻഡ് AS7. അതായത് ഇതിലിപ്പോൾ ഒരു 7 വയസ്സുള്ള ഒരാൾക്കാണ് ഒരു കുട്ടിയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പീടികൾക്കൊക്കെ പറഞ്ഞയക്കുക അല്ലേ? ചെറിയതായിട്ടിരിക്കുമ്പോൾ 3 വയസ്സായ കുട്ടികൾ പറഞ്ഞയക്കുമോ? ഇല്ലല്ലോ. ഒരു 10ഉം 12ഒക്കെ പിന്നെ വലിയ കുട്ടികളായി. അപ്പോൾ 7 വയസ്സുകാരനാണ് നമ്മൾ ഒരു ക്യാഷൊക്കെ കൊടുത്തിട്ട് എവിടെ പറഞ്ഞയക്കുക? കടയിൽ പറഞ്ഞയക്കാമെന്ന് ആലോചിക്കുക. അപ്പോൾ ഇൻഡ് AS7. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എല്ലാ ആവശ്യക്കാരുണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് എന്തായാലും നിർബന്ധമായിട്ട് ഇടുക.